ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മൂന്നാർ റൂട്ടിൽ ആനയിറങ്ങൽ ഡാമിനടുത്താണ്. നമുക്ക് ആനയിറങ്ങൽ ഡാമിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് റോട്ടിൽ നിന്ന് കാണാൻ കേട്ടോ. മനോഹരമായ കാഴ്ചകളാണ്. അങ്ങ് മൂന്നാർ മലനിരകളാണ് ആ കാണുന്നത്. ഇന്ന് വെയിലുള്ള കൊണ്ട് നല്ല അത്യാവശ്യം ക്ലിയറായിട്ട് കിട്ടും. എന്നാലും അക്കരെ സൈഡൊക്കെ മഞ്ഞാണ് നിൽക്കുന്നത്. എന്ത് ഭംഗിയാണെന്ന് നോക്കും നമ്മുടെ ഇടുക്കി. ഒരു ഡാമാണ്, ആനയിറങ്ങൽ ജലാശയമാണ്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. താഴെ ഇറങ്ങി കഴിഞ്ഞാൽ എന്താ ബോട്ടിങ്ങുകളൊക്കെ ആ സൈഡ് കാണുന്ന ബോട്ടിംഗ് ഒക്കെയാണ്. അതിലേ പോകാൻ വഴികളുണ്ട്. ആ കാണുന്ന വഴിയിലൂടെയാണ് ബോട്ടിങ്ങിലേക്ക് പോകുന്നത്. അപ്പുറ സ്ഥലത്തൂടെ അങ്ങനെ അങ്ങ് കടന്നു പോകും. വലിയ ഡാമാണിത്. കണ്ടോ, നല്ല ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. ഇത് ഞങ്ങൾ കുറേ അകലെ നിന്നുകൊണ്ടാണ് പിടിക്കുന്നത്. ചുറ്റിനും തേയിലത്തോട്ടങ്ങളാണ്. കണ്ടോ, മുട്ടക്കുന്നുകളും തേയിലത്തോട്ടങ്ങളും മനോഹരമായ സ്ഥലമാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നത്. കുറച്ച് സമയം കൂടി, ഇപ്പോൾ ഒരു 9:30 ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങുന്നത്. അപ്പുറം ഞങ്ങൾ നിൽക്കുന്നതിനപ്പുറം വണ്ടികളൊക്കെ നിർത്തിയിട്ട് അവർ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടത്. ആ പോകുന്ന വഴി, ആ ബസ് പോകുന്ന ഭാഗം മൂന്നാറ്റിലേക്ക് പോകുന്ന വണ്ടിയാണ്. ഞങ്ങളും മൂന്നാറിനാണ് പോകുന്നത്. നമുക്ക് അധികം ദൂരമില്ല, ഒരു 30 കിലോമീറ്റർ ഉള്ളൂ. കുട്ടികളൊക്കെ ആയിട്ട് ഇന്ന് ഒരു അവധി ഒരു ദിവസമല്ലേ. മറ്റേ മുകളിൽ കാണുന്ന ഏലത്തോട്ടങ്ങൾ, മരങ്ങൾ ഒക്കെയാണ്. അപ്പം നമുക്ക് ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. നമുക്ക് വേറെ വീഡിയോ എടുക്കാമല്ലോ. ഒരാന വണ്ടി പോകുന്നുണ്ട്. ആന ശരിക്കുള്ള ആന ഉണ്ട് ഇവിടെ. അതെ, നമ്മുടെ അരിക്കൊമ്പനൊക്കെ നടന്ന സ്ഥലമല്ലേ. നമ്മുടെ അരിക്കൊമ്പനൊക്കെ നടന്ന ഏരിയ ആണ് കേട്ടോ. ഇവിടുന്ന് ക്യാമറയിൽ കിട്ടുന്ന ക്ലിയർ ആണോ എന്നറിയില്ല. ഞങ്ങൾക്ക് വെയിൽ കാരണം ഞങ്ങൾക്ക് കാണാനും പറ്റും. നല്ല ഭംഗിയാണ്. തേയിലയുണ്ട് കേട്ടോ. ഇങ്ങ കാണുന്നതെല്ലാം തേയിലയാണ്. മലമുകളിലെല്ലാം ഇതിലും ഭംഗിയുള്ള സ്ഥലങ്ങളും നമുക്ക് അപ്പുറത്തേക്ക് എല്ലാം ഉണ്ട്. അതിൻ്റെ എല്ലാം വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കും. അത് ഫോട്ടോ അവിടെ ഇട്ടേക്കില്ല. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ